അച്ഛ, ഇതവനാ അച്ഛന്റെ മോനെ കാറിടിച്ച് കൊന്നവൻ. മോളെ, എന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയവൻ. എന്റെ മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെടുത്തിയവൻ ഇവൻ. അച്ഛ, ദേവിയുടെ അച്ഛനെ കൊന്ന ദുഷ്ടൻ. അവനെ ഞാൻ മറക്കില്ല അച്ഛ. ഏതിരുളിലും അവന്റെ മുഖം ഞാൻ തിരിച്ചറിയും. അവൻ തന്നെയത്. തോറ്റുപോയില്ല അച്ഛ ഞാൻ. ഞാൻ തോറ്റുപോയില്ല. ഈ കല്യാണം വേണ്ട വേണ്ടെന്ന് തുടക്കം മുതൽ പറഞ്ഞതല്ലേ. പക്ഷെ ആരും അത് കേട്ടില്ല. ഇപ്പൊ എന്തായി? ഇനി ഞാൻ എങ്ങനെ അവനോട് പകരം വീട്ടും? മോളെ, അത് സിദ്ധാർത്ഥൻ തന്നെയാണെന്ന് ഉറപ്പാണോ മോളെ? ഞാൻ പറഞ്ഞില്ലേ അച്ഛ, ഏതിരിട്ടത്തും ഞാൻ അവന്റെ മുഖം തിരിച്ചറിയും. ഇതവൻ തന്നെ അച്ഛ, എനിക്ക് ഉറപ്പാ. എനിക്ക് തെറ്റ് പറ്റില്ല. അന്ന് ആക്സിഡന്റ് സമയത്ത് എന്റെ മനസ്സിൽ പതിഞ്ഞത് അവന്റെ മുഖം. എല്ലാ ദുസ്വപ്നങ്ങളിലും ഞാൻ കാണുന്നത് അവന്റെ മുഖം. അച്ഛ, ഞാനിപ്പോ ചെന്ന് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യട്ടെ അച്ഛ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? മോളെ, വേണ്ട. നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. ഇപ്പൊ നീ ചെന്ന് അവനെ ചോദ്യം ചെയ്താല് തകരുന്നത് നമ്മളെ കുടുംബത്തിലെ 3 പെൺകുട്ടികളുടെ ജീവിതമായിരിക്കും. അവരെല്ലാവരും ഇപ്പൊ പുന്നാരം തോട്ടത്തിലെ മരുമക്കളാ. നീ പ്രശ്നം ഉണ്ടാക്കിയാൽ അറ്റുപോകുന്നത് അവരുടെ താലികളാവും. നീ പ്രശ്നം ഉണ്ടാക്കിയാൽ കാണേണ്ടി വരുന്നത് അവരുടെ മൃതശരീരങ്ങളായിരിക്കും. ഞാൻ പറയുന്നത് മോള് കേൾക്കണം. ഇപ്പൊ ഇവിടെ വെച്ച് ഒരു ബഹളവും വേണ്ട. എല്ലാം വീട്ടിൽ പോയതിനു ശേഷം അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നീ വാ മോളെ.